ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ, വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കല്യാണത്തിന് പോയ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ പറഞ്ഞ് വൈകിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോവാണ്, രാവിലെ തന്നെ പോവാണ് കേട്ടോ, നേരത്തെ പോവാണ്. എന്താണെന്ന് വെച്ചാൽ തമിഴ്നാടാണ് കല്യാണം. എൻ്റെ അമ്മായിൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോവാണ് കേട്ടോ, ഫാമിലി എല്ലാം ഉണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ്. പിന്നെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ട്രെയിൻ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ട്രാക്ക് കിടക്കുകയാണ് കേട്ടോ. കുറച്ച് റിസ്ക്കിയാണ്. സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ വഴിയുണ്ട്, എന്നാലും അധികം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ക്രോസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോയമ്പത്തൂർ പോകാൻ അപ്പുറത്താണ് കേട്ടോ ട്രെയിൻ വരിക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. മേലെക്കൂടെ കയറി ഇറങ്ങുന്നതിനേക്കാളും ഇതാണ് നല്ലത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അവിടെയുള്ള ഓഫീസർമാരും അത് തന്നെയാണ് പറയുക, ഇതിൽ കൂടെ ഇറങ്ങി പൊയ്ക്കോളൂ എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ അതുകൊണ്ട് ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അവർ തന്നെ പറഞ്ഞു തരും, ഇനി ട്രെയിനൊന്നും വരാനില്ല, പെട്ടെന്ന് കടന്നോളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കടക്കാറുള്ളത്, അല്ലാതെ കടക്കാറില്ല കേട്ടോ. കാരണം നമ്മൾ സേഫ്റ്റി നോക്കണമല്ലോ. അവർ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഇതിൽ കൂടെ വരാറുള്ളൂ, ഇല്ലെങ്കിൽ ഇതിൽ കൂടെ വരാറില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഇനി വരുന്നത്. ഇനി ആരും കമൻറ്റ് ചെയ്യാനൊന്നും വരണ്ട. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്, ഫാമിലിയിലേക്ക് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇനി ട്രെയിനിൽ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇനി ട്രെയിൻ വരാൻ കുറച്ച് സമയമാവും കേട്ടോ. നമ്മൾ അതുവരെ ഇവിടെ നിൽക്കണം. രാവിലത്തെ ഒരു ഇളം വെയിലുണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വെയിലത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ട്രെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പുറത്ത് കാഴ്ചകളൊക്കെ നല്ല രസമാണ് കേട്ടോ. ട്രെയിനിൽ പോകുന്ന സമയത്ത് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ വേറൊരു ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ. ഡിയർ പാർക്കൊക്കെ കാണാൻ പറ്റും, വാളയാറുള്ളത്. അതുപോലെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. മലയൊക്കെ, കുന്ന് മലകൾ, വാട്ടർഫോൾസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പോകുന്ന വഴിക്ക്. നല്ല രസമാണ് കേട്ടോ കാഴ്ചകളൊക്കെ കാണാനായിട്ടും. അപ്പോൾ അതിലൊന്നാണിത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നല്ല രസമാണ്. നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് അത്രയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ കാഴ്ചകളാണ് കേട്ടോ.
പിന്നെ കുറേയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. ചെടികളിലൊക്കെ വിവിധ നിറങ്ങളിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. അതുപോലെ വാട്ടർഫാൾസൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ തോട്ടങ്ങൾ, മാങ്ങ മരത്തിൻ്റെയും അതുപോലെ ഒരുപാടുണ്ട്. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും കേട്ടോ, കുറേ ഉണ്ടാവും. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള കാഴ്ചകളുണ്ട് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള കാഴ്ചകളാണ് ഈ നമ്മുടെ സ്ഥലത്തു നിന്ന് കോയമ്പത്തൂർ പോകുന്ന വഴിക്ക്. നല്ല ഒരു എന്താണ് നേച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയില്ല, അതുപോലൊരു സംഭവമാണ് കേട്ടോ. അധികം ടൗൺ അങ്ങനെയൊന്നും അല്ല, പോകുന്ന വഴിക്കൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല രസമാണ്. കുറച്ച് അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ബിൽഡിങ്സ് അങ്ങനെയൊക്കെയാണ്, വീടുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് ദൂരത്തേക്ക് നമ്മുടെ ഇവിടെ നിന്ന് അവിടെ കോയമ്പത്തൂർ എത്തുന്നത് വരെയൊക്കെ കുറച്ച് സ്ഥലത്തേക്ക് ഇതുപോലെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ ഞാൻ മോളെയും കൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് പറ്റുന്നത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുമാൻ്റെ മോന് ആശയുണ്ടല്ലോ, അവനും കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുമ്മയും കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ അവരൊക്കെ അയച്ചു തന്നതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും കുറച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ല, ആ മലയിൽ നിന്നൊക്കെ വെള്ളം വരുന്നത്, മലവെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെ നല്ല രസമാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പിന്നെ ഈ ഫോണിൽ കാണുന്ന അത്ര അല്ല കേട്ടോ, ഇത് അത്ര ക്ലാരിറ്റി പോരാ. നേരിട്ട് കാണാനാണ് കേട്ടോ ശരിക്കും ഭംഗി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്ഥലത്ത് ഉള്ളവർക്കും ഇതുപോലെ യാത്ര ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു ഭംഗി. ഇനിയിപ്പോൾ നമ്മൾ വാളയാറെത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാളയാറെത്തിക്കഴിഞ്ഞാൽ അവിടെ സിമൻറ്റ് ഫാക്ടറിയൊക്കെ ഉണ്ട്. അപ്പോൾ മലബാർ സിമൻസിൻ്റെ വാളയാറാണല്ലോ. അപ്പോൾ അതാ കണ്ടില്ലേ, അതൊക്കെ കാണാം കേട്ടോ. ട്രെയിനിൽ പോകുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക, ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് വാളയാർ സിമൻറ്റ് ഫാക്ടറി കേട്ടോ. അപ്പോൾ അതാ ട്രെയിൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം, മെല്ലെ മെല്ലെ പോവാണ് കേട്ടോ. പിന്നെ എല്ലാവരെയും കണ്ടു, സംസാരിച്ചു. ഇതെൻ്റെ മാമാൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ട് പിന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഫോട്ടോസ് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മോൾ അവനെയൊക്കെ കണ്ടപ്പോൾ അവൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ, ഞങ്ങളുടെ അടുത്തൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഇഷ്ടമായി അവൾക്ക്, കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെത്തി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഷെഫിൻ മാമയും ഷെഫിന് താത്തയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെത്തിയൊരു ടൈമിലായിരുന്നു അവിടെ ദം ഇടുന്നത്. ഇത് തമിഴ്നാട് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എന്തായാലും ആരും കഴിക്കാത്തവരെന്തായാലും തമിഴ്നാട് പോകുമ്പോൾ കഴിക്കണം. ഹോട്ടൽസിലൊക്കെ ഉണ്ടാവും, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് കണ്ടപ്പോൾ, ദമ്മിടുന്നത് കണ്ടപ്പോൾ ഒരു പ്രത്യേക സ്റ്റൈൽ. നമ്മളിങ്ങനെ മേലൊന്നും ചെമ്പിൻ്റെ മുകളിലൊന്നും തീ കത്തിക്കാറില്ലല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഒന്നും വീഡിയോ എടുക്കാതിരുന്നാൽ പിന്നെ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, നിങ്ങളായിട്ടെല്ലാം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചെയ്യാതിരുന്നാൽ ശരിയല്ലല്ലോ. അപ്പോൾ കുറച്ച് പറ്റുന്നതൊക്കെ ഉമ്മാനെ കൊണ്ടൊക്കെ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ മോളെയും കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉമ്മ കുറച്ചടുത്തൊക്കെ എടുത്തതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ മോൾക്കായിട്ട് നെയ്ച്ചോറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്ച്ചോറാണ് അവൾക്ക് കൊടുത്തത്. ബിരിയാണി ഇരുവൊക്കെയുള്ളത് കൊണ്ട് അവൾക്കധികം കഴിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് അതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്ത് ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. വരുന്ന പോലെ അധികം തിരക്കില്ലാതെ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. സീറ്റൊക്കെ കിട്ടാൻ എനിക്ക് പിന്നെ മോളുള്ളത് കൊണ്ട് അതിൻ്റെ ഇതിൽ സീറ്റ് കിട്ടി. ഉമ്മ കുഞ്ഞുമ്മ അവരൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ
വീട്ടിലേക്ക് വന്നതാണ്. എന്തായാലും എല്ലാവരും ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. അവിടെ നിന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോഴേക്കും എല്ലാവരും ടയേർഡായിട്ടുണ്ട് കേട്ടോ. വെയിലും ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷെയ്ക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കുള്ള കുറച്ച് ഫണ്ട്സും അങ്ങനെ കുറച്ചൊക്കെയാണ് ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞിരിക്കലും കുട്ടികളുടെ കളിയും ചിരിയൊക്കെ നോക്കിയിരിക്കലും അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. പിന്നെ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ മിന്നൂട്ടിക്ക് ഇഷ്ടമാണ് ഐസ്ക്രീം, ജ്യൂസ്, ഷെയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചോക്ലേറ്റ്സ്. അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ മിന്നൂട്ടിക്ക് കൊടുത്തിട്ട് കുറച്ച്. അപ്പോൾ അതാ കുട്ടികൾ ഞങ്ങൾ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് കുട്ടികൾ വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഷെയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഉമ്മാൻ്റെയാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ. കുടിച്ച് കുറച്ചേ ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഉമ്മ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തത് കേട്ടോ. അപ്പോൾ മിന്നൂട്ടിക്കും കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സ്വീറ്റായിട്ടുള്ള എല്ലാം ഇഷ്ടമാണ്. ഇപ്പോൾ അതാ എൻ്റെ ഷേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം അങ്ങനെ കുടിച്ച് നോക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്. ഞാൻ ചിലപ്പോൾ എനിക്ക് ഓർഡർ ചെയ്യും, അതുപോലെ ഉമ്മാക്കൊന്നും ഉമ്മ ഓർഡർ ചെയ്യും. എൻ്റെ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മാക്ക് എൻ്റെത് കൊടുത്തിട്ട് ഉമ്മാൻ്റെ ഞാൻ എടുക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം രണ്ടും കുടിച്ച് നോക്കുകയാണ്, ഏതാണ് എനിക്ക് ഇഷ്ടമാവുന്നത് നോക്കിയിട്ട് ഞാൻ അതെടുക്കട്ടെ, അതാണ് പതിവ്. അപ്പോൾ എല്ലാം കുടിച്ച് നോക്കുകയാണ്. അതുപോലെ മിന്നോട്ടിക്കും കൊടുക്കുകയാണ്. അവൾക്ക് കൊടുത്തില്ലെങ്കിൽ എന്നെയും കുടിക്കാൻ വിടൂല. പിന്നെ എല്ലാവരും കൂടി ഇരിക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ ടേബിളിലും കുഞ്ഞുമ്മയും ഷഫ്ന താത്തയൊക്കെ വേറെ ടേബിളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അവരും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമ്മ ആശീൻ്റെ ജ്യൂസ് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ജ്യൂസ് ഷെയ്ക്കൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്.